വ്ളോഗർമാരെല്ലാവരും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് അവരുടെ വീഡിയോയുടെ ക്വാളിറ്റി മാക്സിമം നന്നാക്കിക്കൊണ്ടുവരാനാണ്. എന്നാൽ വീഡിയോയ്ക്കൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റൊന്നാണ് അതിൻ്റെ ഓഡിയോയും. ഓഡിയോ വളരെ മോശമാണെങ്കിൽ ആ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകന് ഭംഗിയായിട്ട് ആസ്വദിക്കാനോ അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള മൈക്രോഫോണുകൾ അതിനായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. മൈക്രോഫോണുകൾ എന്ന് പറയുമ്പോൾ വില കൂടിയ ഷെന്നൈസറിൻ്റെ മൈക്ക് ഉപയോഗിക്കാം, വില കുറഞ്ഞ ബോയ ഉപയോഗിക്കാം. എന്നാൽ ഇതിനിടയിൽ നിൽക്കുന്ന ഒരു സെഗ്മെൻറ്റ്, അതായത് മിഡ് റേഞ്ചിലുള്ള ഒരു സെഗ്മെൻറ്റ്, ആ ഒരു റേഞ്ചിലുള്ള ഒരു മൈക്രോഫോൺ, അതും വയർലെസ് ആയിട്ടുള്ളത്, ഏറ്റവും പുതിയതായിട്ടുള്ളത്, അതാണ് ഹോളി ലാൻഡിൻ്റെ ലാർക്ക് മാക്സ് എന്ന് പറയുന്ന നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്ന വയർലെസ് മൈക്രോഫോൺ. ഇതുപോലൊരു ബോക്സിലാണ് നമുക്കിത് കിട്ടുന്നത്. ഈ ഒരു പാക്കേജ് ഇടുന്നാൽ ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു കവറിൽ യൂസർ മാനുവലും താങ്ക്സ് കാർഡും കാണാം. ഇതുപോലെ ഒരു ക്യാരി ബാഗ് നമുക്കിതിൽ കാണാം. ഈ ബാഗിനുള്ളിൽ കറുത്ത നിറത്തിലൊരു ചാർജിങ് കേസിൽ മൈക്രോഫോൺ യൂണിറ്റും സൈഡിലായിട്ട് ആക്സസറീസും വച്ചിരിക്കുന്നത് കാണാം. ആക്സസറീസ് തന്നെ കുറച്ചധികമുണ്ട്. വളരെ ഹാർഡായിട്ടുള്ള ഒരു ചാർജിങ് കേസാണിത്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഹോളി ലാൻഡിൻ്റെ ലോഗോയും താഴെ 4 നോട്ടിഫിക്കേഷൻ ലൈറ്റുകളും പുറകു സൈഡിലായിട്ട് USB-C ടൈപ്പ് പോർട്ടും ഉണ്ട്. ഈ ഒരു മൂടി തുറന്നാൽ ഇതുപോലെ 2 സൈഡിലും ഓരോ മൈക്രോഫോൺ ട്രാൻസ്മിറ്റർ യൂണിറ്റും സെൻട്രലായിട്ട് റിസീവർ യൂണിറ്റും കാണാം. റിസീവർ യൂണിറ്റിന് മുകളിലായിട്ട് ഒരു റോട്ടറി കൺട്രോളും സെൻട്രലായിട്ട് ഒരു ചെറിയൊരു അമോലഡ് ഡിസ്പ്ലേയും ഒരു ടച്ച് സ്വിച്ചും ഉണ്ട്. മാറ്റ് ഫിനിഷിലുള്ള ഒരു ബോഡിയാണ് ഇതിൻ്റേത്. ഒരു സൈഡിൽ ബ്രാൻഡിങ്ങും മറു സൈഡിൽ ക്യാമറയിൽ ഉറപ്പിക്കാനുള്ള ക്ലിപ്പും ഉണ്ട്. ഇടത് സൈഡിൽ USB-Cയും ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള 3.5mm ഓഡിയോ ജാക്കും ഉണ്ട്. വലത് സൈഡിൽ ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ള 3.5mm ഓഡിയോ ഔട്ടും ഒരു സ്വിച്ചും കാണാം. താഴെ ചാർജിങ് ഡോക്കിൽ കണക്ട് ചെയ്യാനുള്ള പിന്നുകളും കാണാം. മൈക്രോഫോൺ ട്രാൻസ്മിറ്റർ യൂണിറ്റുകളുടെ ഫ്രണ്ട് സൈഡിൽ ബ്രാൻഡിങ്ങും LED നോട്ടിഫിക്കേഷനും ഉണ്ട്. ഇടത് സൈഡിൽ റെക്കോർഡ് ബട്ടണും വലത് സൈഡിൽ ലാപ്പൽ മൈക്ക് കണക്ട് ചെയ്യാനുള്ള 3.5mm പോർട്ടും 2 സ്വിച്ചുകളുമുണ്ട്. ഇനി മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള മൈക്രോഫോണിന്റെ മുകളിൽ മെറ്റൽ ഗ്രിഡ് കവറിംഗ് കാണാം. താഴെ C ടൈപ്പ് പോർട്ടും ചാർജിംഗ് കേസിൽ കണക്റ്റായി ചാർജ് ചെയ്യപ്പെടാനുള്ള പോയിന്റുകളും കാണാം. പുറകു സൈഡിൽ ഒരു ക്ലിപ്പും ഉണ്ട്. ഹൈ പവറുള്ള സർക്കിൾ ഷേപ്പിലുള്ള ഒരു മാഗ്നറ്റും ഇതിലുണ്ട്. അപ്പോൾ ഡ്രസ്സിൽ നമുക്ക് ക്ലിപ്പ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മാഗ്നറ്റ് ഉപയോഗിച്ചോ നമുക്ക് മൈക്രോഫോൺ അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. പാക്കേജിലുള്ള ആക്സസറീസ് ഇവയാണ്: 2 വിൻ ഫിൽറ്റർ, ഒരു C to ലൈറ്റ്നിങ് കേബിൾ, ഒരു C to C കേബിൾ, ഒരു USB-A to C കേബിൾ, ഒരു TRS കേബിൾ, 2 ലാപ്പൽ മൈക്രോഫോൺ. ഇത്രയുമാണ്. ഇതിനോടൊപ്പം കിട്ടുന്ന ലാപ്പൽ മൈക്ക് നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് ഇതുപോലെ ഷർട്ടിൽ പിൻ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് മുഴുവനും ഇത്തരത്തിൽ ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടാണ്. വീഡിയോയുടെ ആ ഒരു തുടക്കത്തിൽ ഞാൻ ഈ ഒരു മൈക്കാണ് ഉപയോഗിച്ചത്. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വോയിസ് ഓവർ കൊടുക്കാൻ വേറൊരു മൈക്രോഫോണാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഈ ഒരു മൈക്രോഫോൺ ഉപയോഗിച്ചാണ്. അത് ഇവിടെ ലാപ്പൽ മൈക്ക് കണക്ട് ചെയ്തിട്ടാണ്. ഇത് കൂടാതെ നമുക്ക് ഈ ഒരു ലാപ്പൽ മൈക്ക് ഇല്ലാതെയും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഞാനിവിടെ ആ ഒരു മൈക്രോഫോൺ ഊരി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്ന് അറിയാം. അപ്പോൾ സാധാരണയായിട്ട് ഇത് നമ്മൾ ഷർട്ടിൽ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് അറ്റാച്ച് ചെയ്താണ് ഉപയോഗിക്കുന്നത്. നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് വയ്ക്കുമ്പോൾ ഒരു ക്വാളിറ്റി അറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വയ്ക്കുന്ന പൊസിഷൻ ഓരോന്നും വ്യത്യസ്തം ആവുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിയും മാറും. ഇപ്പോൾ ഞാനിവിടെ ഏകദേശം പോക്കറ്റ് വരുന്ന ആ ഒരു ഭാഗത്താണ് മൈക്രോഫോൺ വച്ചിരിക്കുന്നത്. നോർമലായിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്. ചില ആളുകൾ ഇവിടെ സെൻറ്ററിലായിട്ടും വയ്ക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇത് ഉപയോഗിക്കുമ്പോൾ, അതായത് ഒരു എക്സ്റ്റേണൽ മൈക്രോഫോൺ ഇല്ലാതെ ഉപയോഗിക്കുമ്പോൾ എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണാം. ഇനി ഇതിലുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷനാണ്. നമ്മൾ കുറേ ലൗഡുള്ള ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ആംബിയൻ നോയ്സ് വളരെയധികം കുറയ്ക്കാൻ അത് സഹായിക്കും. ജസ്റ്റ് ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ സംസാരത്തിനിടയ്ക്ക് അതൊന്ന് പ്രസ് ചെയ്യാം. ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ശബ്ദത്തിൽ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇവിടെ ഇപ്പോൾ ഒച്ചപ്പാടൊന്നുമില്ല, അതുകൊണ്ട് അത് ക്ലിയർ ആവില്ല. പക്ഷേ ആ ഒരു നോയ്സ് ക്യാൻസലേഷൻ നമ്മൾ ആക്ടിവേറ്റ് ആക്കുന്ന സമയത്ത് നമ്മുടെ ശബ്ദത്തിൽ ആ ഒരു ടോണിലും ചെറിയൊരു വ്യത്യാസം വരും. എന്നാലും വലിയ കുഴപ്പമില്ലാതെ നമുക്കത് ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. 2 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 7.5 മണിക്കൂറോളം നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഏകദേശം 8 മണിക്കൂർ 9 മണിക്കൂറിനടുത്ത് നമുക്കിതിൽ വോയിസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ 8 GB ഒരു ഇൻബിൽറ്റ് സ്റ്റോറേജും ഇതിലുണ്ട്. പല മൈക്രോഫോണുകൾ നമ്മൾ ഉപയോഗിച്ചപ്പോഴും നമുക്കുണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ അശ്രദ്ധ മൂലം നമ്മുടെ മൈക്രോഫോണിൻ്റെ വയർ, അതായത് റിസീവറിൻ്റെ വയർ നമ്മുടെ ക്യാമറയിലേക്ക് നമ്മൾ പ്രസ് ചെയ്ത് വെക്കാൻ മറന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്തൊക്കെ വന്ന് എഡിറ്റിങ്ങിന് ഇരിക്കുമ്പോഴായിരിക്കും ശബ്ദം അതിൽ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രശ്നം ഒഴിവാക്കാൻ ഇതിൽ റെക്കോർഡിംഗ് സൗകര്യമുണ്ട്. ജസ്റ്റ് ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി, റെക്കോർഡിംഗ് ആക്ടിവേറ്റ് ആവും. അങ്ങനെ നമുക്ക് 8 GB വരെ സ്റ്റോറേജിൽ ആ ഒരു വോയിസ് റെക്കോർഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു USB-C ടൈപ്പ് കേബിൾ ഉപയോഗിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ അത്തരത്തിലൊരു ഫീച്ചറും ഇതിലുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു മൈക്രോഫോൺ തന്നെ മോണോ മോഡിലും സ്റ്റീരിയോ മോഡിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ മോണോ മോഡിലാണ്. ഞാനിപ്പോൾ ഒരു വ്യക്തി മാത്രം ഇരുന്ന് സംസാരിക്കുന്നത് കൊണ്ട് നമ്മളിവിടെ മോണോ മോഡിലാണ് ഉപയോഗിക്കുന്നത്. ആ സമയം നമുക്ക് 2 പേരുണ്ട് എങ്കിൽ ഓരോ ചാനലിൽ, അതായത് ലെഫ്റ്റ് ചാനലിലും റൈറ്റ് ചാനലിലും ഓരോ വ്യക്തികളുടെ മാത്രം ശബ്ദം കിട്ടുന്ന രീതിയിൽ നമുക്ക് സ്റ്റീരിയോ ആക്ടിവേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു അമോലഡ് ഡിസ്പ്ലേ ഉള്ള ആ ഒരു ഇതിൽ കൂടി നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. നിരവധി സെറ്റിങ്സ് ഉണ്ട്, നമ്മളതും കാണിച്ചിവിടെ
അത് ദീർഘിപ്പിക്കുന്നില്ല. അത് എക്ലോസർ ഉണ്ട്, നമുക്ക് വോക്കൽ ബൂസ്റ്റ് ചെയ്യാനും അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സൊക്കെ ഇതിലുണ്ട്. ഇപ്പോൾ ഇതുവരെയും ഈ ഒരു വീഡിയോയിലെ വോയിസ് കേട്ടപ്പോൾ ഇത് എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി വോളിയം എന്നത് ഞാനിപ്പോൾ ഇവിടെ മൈക്ക് ഗെയിൻ ജസ്റ്റ് 0 ആക്കി വെച്ചിട്ടുണ്ട്, അതായത് മിഡിൽ വെച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, കൂട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ലൊരു വോയിസും നല്ല ക്വാളിറ്റിയൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില വീഡിയോകളിൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. ഞാൻ ഓൾറെഡി വീഡിയോ ഔട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആരും ആ ഒരു പരാതികളൊന്നും പറഞ്ഞിട്ടില്ല, വോയിസ് വല്ല കുറഞ്ഞൊന്നും അങ്ങനെയുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്തൊരു മൈക്രോഫോണാണിത്. വില എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് 25,790 വില വരുന്നത്. ആമസോണിൽ കൂടി നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച്, അതായത് ഇതാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ മറ്റു മോഡലുകൾ ഞാൻ മുമ്പ് ഒരു മോഡൽ പരിചയപ്പെടുത്തിയിരുന്നു, അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.